കർത്താവിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല പ്രഭാതത്തിനാണ് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഈ സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും ബന്ധവനായ ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ എൻ്റെ പ്രഭാത വന്ദനങ്ങളെ ഈ നിമിഷം ഓർപ്പിക്കട്ടെ. ഈ സന്ദേശം നിങ്ങൾക്കേവർക്കും അനുഗ്രഹമാകുമെന്ന് ഞാൻ കർത്താവിൽ വിശ്വസിക്കുകയാണ്. നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക്, നിങ്ങളുടെ സഹവിശ്വാസ സഹോദരങ്ങളിലേക്ക്, അല്ലെങ്കിൽ നിങ്ങളുടെ സ്തോത്രം ബന്ധുമിത്രാദികളിലേക്കൊക്കെ ഈ മെസ്സേജ് ഷെയർ ചെയ്യുവാൻ കർത്താവിൻ്റെ നാമത്തിൽ ഓർപ്പിക്കുന്നവർക്കെല്ലാം ഇതൊരു അനുഗ്രഹം ആയിരിക്കും. നിശ്ചയമായിട്ട് കർത്താവ് ഇന്ന് പ്രഭാതത്തിൽ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഒരു തിരുവചന ചിന്തയിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഇന്ന് പ്രഭാതത്തിൽ തിരിക്കുകയാണ്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 10-ാം അധ്യായം അതിൻ്റെ 22-ാമത് വാക്യം. ഇസ്രായേലെ, നിന്റെ ജനം കടൽക്കരയിലെ മണൽ പോലെ ആയിരുന്നാലും അതിലൊരു ശേഷിപ്പ് മാത്രം മടങ്ങി വരും. നീതിയെ പ്രവഹിക്കുന്നതായ ഒരു സംഹാരം നിർണയിക്കപ്പെട്ടിരിക്കുന്നു. ഈ വാക്യങ്ങൾക്കാണ് ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. അനുഗ്രഹീതമായൊരു ചിന്തയാണ് അല്ലേ? ഇസ്രായേൽ ജനത്തെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ അവരുടെ പിതാക്കന്മാരെക്കുറിച്ച് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. വേദപുസ്തകം പഠിക്കുമ്പോൾ അബ്രഹാം, ഇസഹാക്ക്, യാക്കോബ് എന്നീ 3 പിതാക്കന്മാരിൽ നിന്നാണ് ഇസ്രായേൽ ജനം എന്നൊരു വലിയ സമൂഹത്തെ വാർത്തെടുക്കുവാൻ തക്കവണ്ണം ദൈവത്തിനിട വന്നത്. അബ്രഹാം എന്ന മനുഷ്യനിൽ നിന്നാണ്. വചനം പറയുന്നത് പോലെ അബ്രഹാം എന്ന ഏക മനുഷ്യനെ ദൈവം വിളിച്ച് അവനെ വർദ്ധിപ്പിക്കുവാൻ തക്കവണ്ണം ഇടയായി. അബ്രഹാമിന് ദൈവം കൊടുത്ത വാഗ്ദത്തമാണ്, ഞാൻ നിന്റെ സന്തതിയെ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെയും കടൽക്കരയിലെ മണൽത്തരി പോലെയും വർദ്ധിപ്പിക്കുമെന്നത് ദൈവം അബ്രഹാമിന് കൊടുത്ത വാഗ്ദത്തമായിരുന്നു. ആ വാഗ്ദത്തം നടക്കത്തക്ക രീതിയിലുള്ള സാഹചര്യങ്ങൾ അബ്രഹാമിന്റെ ജീവിതത്തിനകത്ത് ഇല്ലാതിരുന്നെങ്കിലും വാഗ്ദത്തത്തിൽ വിശ്വസിച്ച് മുന്നോട്ട് പോയ അബ്രഹാം ആ പ്രവൃത്തി കാണുവാൻ തക്കവണ്ണം ഇടവന്നു. അബ്രഹാമിന് ഒരു തലമുറയാണ് ദൈവം കൊടുത്തത് അല്ലെ? വാഗ്ദത്ത സന്തതി എന്ന് വിശേഷിപ്പിക്കുന്ന ഒരു തലമുറയെ ദൈവം കൊടുത്തു. ഇസഹാക്ക് അവന്റെ പേര്. ഇസഹാക്കിന് ദൈവം 2 മക്കളെ കൊടുത്തു. സ്തോത്രം. 1 ഏശാവ്, 2 യാക്കോബ്. എന്നാൽ വാഗ്ദത്തം നിന്നത് യാക്കോബിലായിരുന്നു. യാക്കോബിന് ദൈവം 12 മക്കളെ കൊടുത്തു. സ്തോത്രം. 13 മക്കളെ കൊടുത്ത് 12 ഗോത്രപിതാക്കന്മാർ. എന്നാൽ അവൻ ഒന്നാണ് അനുഗ്രഹിക്കപ്പെട്ട നിലവാരത്തിൽ വന്നത്, യോസേഫ് എന്ന ദൈവ മനുഷ്യൻ. ഇവരിൽ നിന്നൊക്കെയാണ് ഇസ്രായേൽ വർദ്ധനവിലേക്ക് വരുവാൻ തക്കവണ്ണം ഇടവന്ന്. സ്തോത്രം. ഹല്ലേലൂയ. വേദപുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ വളരെ ചുരുക്കമായിരുന്ന ഒരു കൂട്ടം സമൂഹം, ഒരു കൂട്ടം ജനം, എണ്ണപ്പെട്ട ഒരു കൂട്ടം സമൂഹമാണ് സ്തോത്രം യോസഫ് പാർത്തിരുന്ന, അല്ലെങ്കിൽ യോസഫിനെ ദൈവം അയച്ച സ്ഥലമായി മിസ്രൈമിലേക്ക് യാക്കോബിന്റെ കൂടെ പോകുവാൻ തക്കവണ്ണം ഇടവന്നത്. സ്തോത്രം. അവരിൽ നിന്ന് മിസ്രൈമിന്റെ മണ്ണിൽ സ്തോത്രം 400 വർഷങ്ങൾക്ക് ശേഷം അവിടെ നിന്ന് അവർ പുറത്തു വരുമ്പോൾ എണ്ണപ്പെട്ടത് 6000 പുരുഷന്മാരെന്ന് ബൈബിൾ വ്യക്തമായി പഠിപ്പിക്കുന്നു. സ്തോത്രം. പക്ഷേ ആർക്കാണ് മടങ്ങി വരവ്? ആരാണ് ദൈവരാജ്യത്തിന് അവകാശി? ഇല്ലെങ്കിൽ ആരാണ് പ്രവാസത്തിൽ നിന്നുള്ള മടങ്ങി വരവിന് കാരണമാകുന്നത്? എത്ര പേർ? ഇല്ലെങ്കിൽ എങ്ങനെ, ഏതൊക്കെ നിലവാരത്തിലാണ് പ്രവൃത്തി വെളിപ്പെടുന്നത് എന്നുള്ള ചിന്തയാണ് യെശയ്യാവ് 10-ാം അധ്യായത്തിൽ പറയുന്നത്. നമുക്കറിയാം, പ്രവാചകന്മാർ യെശയ്യാവ് മുതലുള്ള പ്രവാചകന്മാരുടെ പ്രവചന ചിന്ത വെളിപ്പെട്ടത് ബാബേലിൽ കഴിയുന്ന ഇസ്രായേൽ ജനത്തിന്റെ മടങ്ങി വരവിന്റെ ദൂതുകളാണ്. സ്തോത്രം. എങ്ങനെയാ മടങ്ങി വരുന്നത്? എത്ര പേരാ മടങ്ങി വരുന്നത് എന്നുള്ളൊരു മറുപടി യെശയ്യാവ് എന്ന പ്രവാചകൻ വിളിച്ചു പറയുകയാണ്. നിന്റെ ജനം, ഇസ്രായേലിൽ നിന്റെ ജനം കടൽക്കരയിലെ മണൽ പോലെ അനേകരായിരുന്നാലും ഒരു ശേഷിപ്പ് മാത്രമേ മടങ്ങി വരികയുള്ളൂ എന്നാണ് തിരുവചനത്തിലൂടെ സ്തോത്രം യെശയ്യാവ് എന്ന പ്രവാചകൻ പ്രവചിച്ച് പറയുവാൻ തക്കവണ്ണം ഇടവരുന്നത്. എന്ന് പറഞ്ഞാൽ അർത്ഥം, അനേകരുണ്ടെങ്കിലും അനേകനായിരുന്നാലും ഒരു ശേഷിപ്പ് മാത്രമേ മടങ്ങി വരത്തുള്ളൂ. എന്താ അതിൻ്റെ അർത്ഥം? എല്ലാവർക്കും ആ വിടുതലിലേക്ക് വരാൻ പറ്റത്തില്ല. എല്ലാവരും ആ വാഗ്ദത്ത ദേശം അവകാശമാക്കത്തില്ല. എല്ലാവർക്കും ഒരു മടങ്ങി വരവില്ല. ബാബിലോണിന്റെ മണ്ണിൽ അവന്റെ പ്രമാണമനുസരിച്ച് കുറെ പേർ തകർന്നു പോകും, കുറെ പേർ വിശ്വാസത്തിൽ വീഴും. സ്തോത്രം. കുറെ പേർ നാശത്തിലേക്ക് പോകുവാൻ തക്കവണ്ണം ഇടയാകും. എല്ലാവരും തിരിച്ച് ഇസ്രായേൽ ദേശത്തേക്ക് മടങ്ങി വരികയില്ല. എന്താ അതിന്റെ ചിന്ത? വേദപുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ ഇസ്രായേലിന്റെ അതൊരു ചരിത്രവും കൂടെയാണ് അല്ലെ? മിസ്രൈമിന്റെ മണ്ണിൽ നിന്ന് ഇസ്രായേൽ ജനം പുറപ്പെടുമ്പോൾ 6 ലക്ഷം പുരുഷന്മാരാണ്. എന്നാൽ പുറപ്പെട്ടതിൽ സ്തോത്രം വെച്ച് വെറും 2 പേരാണ് കനാൻ ദേശം കാണുവാൻ തക്കവണ്ണം ഇടയായത്, യോശുവയും കാലേബും. പുതിയ നിയമ ചിന്തകളോടുള്ള ബന്ധത്തിൽ നമ്മൾ കടന്നു വരുമ്പോൾ തിരുവചനം ഇങ്ങനെ പറയുന്നു. സ്തോത്രം. ഹല്ലേലൂയ. വിളിക്കപ്പെട്ടവർ അനേകർ, തെരഞ്ഞെടുക്കപ്പെടുന്നവരോ ചുരുക്കമാണ്. ഒരുപാട് പേർ വിളിക്കപ്പെടാം, എല്ലാവരും ദൈവരാജ്യം അവകാശമാക്കുകയില്ല, മടങ്ങി വരത്തില്ല. സ്തോത്രം. എന്താ അതിന്റെ അർത്ഥം? എന്നെ കേൾക്കുന്ന ദൈവമക്കളോട് ഞാൻ പറയാ, അല്ല, ദൈവത്തിനാവശ്യം എണ്ണത്തിന്റെ പെരുപ്പമല്ല, പകരം ദൈവത്തിനാവശ്യം വേർതിരിക്കപ്പെട്ടവരുടെ കൂട്ടമാണ്. അത് സഭ എന്ന കോൺസെപ്റ്റിനെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ 1000-ഓ 10,000-ഓ ലക്ഷമോ എന്നുള്ള ചിന്തകൾ പലപ്പോഴും ഇന്ന് മുഴങ്ങിക്കേൾക്കുന്ന ഒരു കാര്യമാണ്. തിരുവചനം അതിനെതിരാണ്. ബൈബിൾ പറയുന്നു, അത് സ്തോത്രം, ചെറിയ ആട്ടിൻകൂട്ടമേ നിങ്ങൾ ഭയപ്പെടേണ്ട അത് എന്ന് പറഞ്ഞ കർത്താവ്. സ്തോത്രത്തിന്റെ അർത്ഥം
വേദപുസ്തകം പഠിക്കുമ്പോൾ ശേഷിപ്പ് മാത്രമേ മടങ്ങി വരികയുള്ളൂ, ശേഷിപ്പ് മാത്രമേ ദൈവരാജ്യം അവകാശമാക്കിയുള്ളൂ എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ടതാണ്. ആ ശേഷിപ്പിനകത്ത് നമ്മെയും ദൈവം ഉൾപ്പെടുത്തേണ്ട വിശുദ്ധിയോടെ, ദൈവകൃപയോടെ, ദൈവജനത്തിന്റെ പ്രമാണമനുസരിച്ച് മുന്നോട്ട് പോകുവാൻ സ്വർഗത്തിലെ ദൈവം നമുക്ക് കൃപ നൽകട്ടെ. പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, ഈ സന്ദേശത്തിനാണ് നന്ദിയോടെ കർത്താവിന് സ്തോത്രം ചെയ്യുന്നത്. ഈ സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ തൃക്കരങ്ങൾ തരികയാണ്. അവിടെ നിന്ന് ചെറുകടിയിൽ മറച്ചാട്ട് കർത്താവിന് അനേകർക്ക് അനുഗ്രഹമാകുവാൻ ദൈവം ഇടയാക്കണം. ആയിരങ്ങളിലേക്ക് ഈ സന്ദേശം എത്തിച്ചേരുവാൻ സ്വർഗം ഇടവരുത്തും. മഹത്വം അങ്ങേക്ക് യേശു കർത്താവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു.